Hi students, welcome to Sapphire Future Academy Board Booster Series. So, നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഏതാണ് ചാപ്റ്ററിന്റെ പേര്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. നിങ്ങളുടെ NCERTയിലെ 8ാമത്തെ ചാപ്റ്റർ ആണ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. വെയിറ്റേജ് വളരെ കുറവാണ്. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചാപ്റ്ററിൽ സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ? സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. സോ ഞാനൊരു ഇൻട്രൊഡക്ഷൻ പേജിൽ ഞാനൊരു വ്യക്തിയുടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. സോ ഐഡന്റിഫൈ ഹിം. ആരാണ് ഇദ്ദേഹം? ഓക്കെ, ഇദ്ദേഹത്തിന്റെ പേരാണത് മാക്സ്വെൽ, ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ അല്ലെ. സോ എന്തിനാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ പിക്ചർ ഇവിടെ പ്രസന്റ് ചെയ്തത്? എന്തുകൊണ്ടായിരിക്കും? അതായത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലിന്റെ ഇക്വേഷൻസ് ഉണ്ട്, ഒരു 4 ഇക്വേഷൻസ് ഉണ്ട്. സോ ആ ഇക്വേഷൻസിന്റെ പ്രൊഡിക്ഷൻ ആണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ദ പ്രൊഡിക്ഷൻസ് ഓഫ് എന്താണ്? മാക്സ്വെൽ ഇക്വേഷൻസ് ആണ്. റെഡി ആണല്ലോ? സോ അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ സംബന്ധിച്ചോളം. ആദ്യമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ വേവ്സ് ഉണ്ടെന്ന് പ്രിഡിക്റ്റ് ചെയ്ത ഒരു പേഴ്സൺ ആണ് ആര്? ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. ആ പേര് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെ? ആ പേര് തന്നെ ഉണ്ട്. വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്? അവിടെ ഒരു ഇലക്ട്രിക്കും ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഉണ്ട് അല്ലെ. സോ എന്താണ്? ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എ ടൈം വേരിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് എ ടൈം വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ഇൻ സ്പേസ്. എന്താണ്? പ്രൊപ്പഗേറ്റ് ഇൻ സ്പേസ്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം നമുക്ക്? എ വേവ് അസോസിയേറ്റഡ് വിത്ത് ടൈം വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ടൈം വേരിങ് ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ടൈം വേരിങ് എന്ന് പറയുന്നത്? ടൈം മാറുന്നതനുസരിച്ച് എന്ത് മാറും? ഫീൽഡ് മാറും. സോ ടൈം വേരിങ് ഇലക്ട്രിക് ഫീൽഡും ടൈം വേരിങ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു അസോസിയേഷൻ ആണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് അല്ലെ. അത് കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യും ത്രൂ സ്പേസ് ആണ്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് അല്ലെ. ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. ഒന്ന് നോക്കിക്കോളൂ, ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്താണ്? ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ലെ. ഇത് ഇലക്ട്രിക് ഫീൽഡാണ്, ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്. സോ ഇത് രണ്ടും എങ്ങനെയാണുള്ളത്? പെർപെൻഡിക്കുലർ ആയിട്ടാണുള്ളത് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക? എന്താണ്? ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുക. കാരണം എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊപ്പഗേഷനും എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം? ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലെ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങോട്ട് മൂവ് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. സോ ആ കാര്യം കൂടി ഓർത്തിരിക്കുക. എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലെ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആൻഡ് ഓൾസോ ദേ ആർ പെർപെൻഡിക്കുലർ ടു ദ എന്താണ്? പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ്. റെഡി ആണല്ലോ? ഓക്കെ, ദെൻ ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ദ പ്രെഡിക്ഷൻ ഓഫ് മാക്സ്വെൽ ഇക്വേഷൻസ്. മാക്സ്വെൽ ഇക്വേഷൻസിന്റെ പ്രഡിക്ഷൻ ആണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ കാലത്തിന് ശേഷമാണ് എന്ത് ചെയ്തത്? അത് എക്സ്പെരിമെന്റലി ഇത് കൺഫേം ചെയ്ത് അല്ലെ എക്സ്പെരിമെന്റലി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് കുറെ കാലത്തിന് ശേഷമാണ്. സോ അതൊക്കെ നമുക്ക് പറയാനുണ്ട്. നമുക്ക് മെല്ലെ ചാപ്റ്ററിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ നിർത്തി എന്താണ്? പ്രഡിക്ഷൻസ് ഓഫ് മാക്സ്വെൽ ഇക്വേഷൻസ് ആണ്. എന്താണ്? EM waves are one of the predictions of Maxwell equations അല്ലെ. സോ ഈ മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മാക്സ്വെല്ലിന്റെ ഇക്വേഷൻസ് ആണ്. സോ മാക്സ്വെല്ലിന്റെ 4 ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. സോ 2 ഇക്വേഷൻ റിലേറ്റഡ് ടു ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് 2 ഇക്വേഷൻസ് റിലേറ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ്. വളരെ സിമ്പിൾ ആണ്, നോക്കിക്കോളൂ. ഓക്കെ, മാക്സ്വെല്ലിന്റെ ഇക്വേഷൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എഴുതാണ്. നിങ്ങൾ കണ്ട ഇക്വേഷൻ ആണ്. എന്താണ്? ഇന്റഗ്രൽ E dot ds. Integral E dot ds. What is integral E dot ds? That is electric flux in equation ആണ്. ഓർമ്മ ഉണ്ടല്ലോ? ഇന്റഗ്രൽ E dot ds equal to q by epsilon 0. q by epsilon 0 അല്ലെ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഒരു പേരിട്ട് വിളിക്കാറുണ്ട്. എന്താണ്? ദിസ് ഈസ് ഗോസസ് തിയറം. ഗോസസ് തിയറം in electrostatics. Ready ആണല്ലോ? This is Gauss's theorem in electrostatics. So first equation പഠിച്ചല്ലോ. Then രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഇന്റഗ്രൽ
ബി ഡോട്ട് ഡി എസ്, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. അതായത് എന്താ, ദ മാഗ്നറ്റിക് ഫ്ലക്സ് അറൗണ്ട് എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 0 ആണ്. അതായത് എന്താണ്, ഗോസസ് തിയറം ഇൻ മാഗ്നെറ്റോ സ്റ്റാറ്റിക്സ് ആണ്. എന്താണ് ഗോസസ് തിയറം ഇൻ മാഗ്നെറ്റോ സ്റ്റാറ്റിക്സ്. റെഡി ആണല്ലോ. സോ ഇതാണ് എന്ത്, മാക്സ്വെല്ലിന്റെ സെക്കൻഡ് ഇക്വേഷൻ. സോ തേർഡ് ഇക്വേഷൻ എന്താ പഠിച്ചത്, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് 5b. മൈനസ് ഡി ബൈ ഡി ടി ഓഫ് 5b ആണ് അല്ലെ. ഈ ഇക്വേഷൻ എവിടെയോ പഠിച്ചിട്ടുണ്ട്. ഏതാ ഇക്വേഷൻ? നിങ്ങൾ പഠിച്ച ഒരു ഇക്വേഷനെ ഫോം ചെയ്യാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി 5b ബൈ ഡി ടി ആണല്ലോ അല്ലെ. സോ ഇതെന്താ ഇക്വേഷൻ? ഇത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലെ. വാട്ട് ഈസ് ഇ? ഇ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ വോൾട്ടേജ് ആണ് അല്ലെ. സോ വോൾട്ടേജും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ റിലേഷൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എൽ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? സോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഡി വി ഈക്വൽ ടു എന്ത് പറയാം? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണ്. ഈ മൈനസ് ഞാൻ ഇവിടെ എഴുതി അല്ലെ. സോ ഞാൻ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഈ വോൾട്ടേജിന് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? വി ഈസ് ഈക്വൽ ടു ഇതെന്ത് വരും? മൈനസ് ഇ ഡോട്ട് ഡി എൽ. സോ ഞാൻ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? വി വരും. സോ ഇതെന്താ വരിക? മൈനസ് ഡി ഡോട്ട് ഡി എൽ. സോ ദിസ് വി ഈസ് ഈക്വൽ ടു എന്താണ്? ഇ ആണ് അല്ലെ. അതുകൊണ്ട് എന്ത് പറയാം? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ഈക്വൽ ആണ്? മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഡി 5 ബൈ ഡി ടി ആണ്. റെഡി ആണല്ലോ. ഓക്കെ. ഇതെന്താണ്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. റെഡി ആണല്ലോ. തേർഡ് ഇക്വേഷൻ എഴുതി. സോ ലാസ്റ്റ് ഇക്വേഷൻ ആണ് എന്താണ്? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. എന്താ പഠിച്ചത്? μ0 I എന്നാണ് അല്ലെ. സോ ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആംപിയർ സർക്യൂട്ടൽ ലോ. നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? മൂവിങ് ചാർജസ് പഠിക്കുന്നുണ്ട് അല്ലെ. ദാറ്റ് ഈസ് ആംപിയർ സർക്യൂട്ടൽ ലോ അല്ലെ. റെഡി ആണല്ലോ. സോ ഇതാണ് എന്ത്? മാക്സ്വെല്ലിന്റെ 4 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. റെഡി ആണല്ലേ. സോ ഈ തേർഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. തേർഡ് ഇക്വേഷൻ എന്താ പറയുന്നത്? ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡ്യൂസസ് ആൻ EMF അല്ലെ. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഞാൻ എന്ത് പറയുന്നത്? എന്താണ്? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡ്യൂസസ് ഓർ എന്താണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസസ് എന്താണ്? ആൻ ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിലെ ചേഞ്ച് എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാൻ പറ്റുമോ? എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സിന് ചേഞ്ച് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റുമോ? സോ ആ ഒരു ഐഡിയ എന്നാണ് എന്ത് മാക്സ്വെൽ ഒരു കാര്യത്തിൽ എത്തിയത്. എന്താണ്? നമ്മൾ എഴുതിയ നാലാമത്തെ ഇക്വേഷൻ എന്താണ്? ആംപിയർ സർക്യൂട്ടൽ ലോ ആണ് അല്ലെ. അതായത് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് അല്ലെ. സോ അതിനൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട് അല്ലെ. അതിനൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടെന്ന് ആദ്യമായിട്ട് മാക്സ്വെല്ലിന് മനസ്സിലായി. സോ എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഇക്വേഷൻ എന്തല്ല കറക്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്ത് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് ചെറുതായിട്ട് നോക്കാം. എങ്ങനെയായിരുന്നു മാക്സ്വെൽ പറഞ്ഞത് നോക്കിക്കോളൂ. ഓക്കെ, അതിനുവേണ്ടി ഞാനൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാണ്. സർക്യൂട്ട് എന്തുണ്ട്? ഞാൻ ബാറ്ററി കണക്ട് ചെയ്തു. സോ ഇതൊരു സ്വിച്ച് ആണ്. ദെൻ ഞാനിവിടെ 2 കപ്പാസിറ്റീവ് പ്ലേറ്റ്സ് അല്ലെങ്കിൽ 2 മെറ്റൽ പ്ലേറ്റ്സ് കൺസിഡർ ചെയ്യാണ്. ആണല്ലോ, ഇത് 2 മെറ്റൽ പ്ലേറ്റ് ആണ്. സോ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ എന്ത് സംഭവിക്കൂ?
ഈ ഒരു സർക്യൂട്ടിലൂടെ എന്ത് പോകും? ഇലക്ട്രിസിറ്റി പോകും അല്ലേ? സോ കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, ഇങ്ങോട്ടേക്കും. കാരണം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ദെൻ ഞാൻ 2 പോയിന്റ് കൺസിഡർ ചെയ്തു. ഒരു പോയിന്റ് ഇവിടെയും ഒരു പോയിന്റ് ഇവിടെയും. ദാറ്റ് ഈസ് ദിസ് പോയിന്റ് ഈസ് എക്സ്, ദിസ് പോയിന്റ് ഈസ് വൈ അല്ലേ? സോ നിങ്ങൾ എന്താ പഠിച്ചത്? ഒരു സർക്യൂട്ടിലൂടെ ഇലക്ട്രിസിറ്റി പോകുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ? ഈ കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഇന്റഗ്രൽ ആദ്യം ഞാൻ അറ്റ് എക്സ്, എക്സിൽ എന്താണ്? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 I ആണ്, ആണല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്താ വരിക? സോ എക്സിലെ ബി ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ എന്താ പഠിച്ചത്? 2πr ആയിരിക്കും. കാരണം എന്താ? ഈ ഒരു പോയിന്റിനെ ഒരു സർക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യല്ലേ? സോ ഇതിന്റെ റേഡിയസ് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞ r. അപ്പം എന്താണ് ഈ ഒരു സർക്യൂട്ട് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചത്? എത്രയാ? ബി ഈക്വൽ ടു μ0 I ബൈ 2πr ആണ്. ദെൻ അറ്റ് വൈ എന്താണ് ഇത് വരിക? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 I ആണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമോ? അല്ലെ? നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമോ? കാരണം എന്താ? ഇവിടെ കറണ്ട് ഇല്ല, കറണ്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പായി. സോ ഇതിന്റെ ഉള്ളിൽ എന്തില്ല? കറണ്ട് ഇല്ല അല്ലെ? സോ കറണ്ട് ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ ബി എന്ത് പറയും? ബി ഈക്വൽ ടു 0 ആണ്. സോ അക്കോർഡിംഗ് ടു ആംബിയർ സർക്യൂട്ട് അല്ലോ നമുക്ക് എന്ത് കിട്ടി? അറ്റ് എക്സിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി, അറ്റ് വൈയിൽ എന്ത് കിട്ടി? 0 മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. അപ്പം മനസ്സിലായി എന്താണ്? ഇതിന്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഇതിന്റെ പുറത്ത് എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ ഇത് തിയറിറ്റിക്കലി നമുക്ക് അറിയാം. സോ എക്സ്പെരിമെന്റിൽ എന്താണ്? ഇതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാഗ്നറ്റിക് നീഡിൽ എടുത്തിട്ട് എവിടെ കൊണ്ടുവച്ചു? എക്സിലും കൊണ്ടുവച്ചു, വൈയിലും കൊണ്ടുവച്ചു അല്ലെ? മാഗ്നറ്റിക് നീഡിലിന്റെ പ്രത്യേകത എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. റെഡിയാണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെന്ത് ചെയ്തു? ആ നീഡില് ആദ്യം എക്സിൽ കൊണ്ടുവച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡിന് ഡിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ, ഒരു സംശയവുമില്ല. ദെൻ ആ നീഡിലെടുത്ത് എവിടെയും കൊണ്ടുവച്ചു? വൈയിലും കൊണ്ടുവച്ചു. വൈയിൽ കൊണ്ടുവച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെയും മാഗ്നറ്റിക് ഫീൽഡിൽ എന്തുണ്ടായി? ഒരു മാഗ്നറ്റിക് നീഡിൽ എന്തുണ്ടായി? ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായി. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, പിന്നെ എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായി? ഡിഫ്ലക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തുണ്ടാവണം? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം അല്ലെ? പക്ഷെ നമുക്ക് എന്ത് കിട്ടിയ? അക്കോർഡിംഗ് ടു ആംബിയർ സർക്യൂട്ടിൽ നമുക്ക് എന്ത് കിട്ടി? ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. റെഡി ആണല്ലോ? സോ അങ്ങനെ ആകുമ്പോൾ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തല്ല? കറക്റ്റ് അല്ല. കാരണം ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നുണ്ട്, ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നുമില്ല. സോ മാക്സ്വെൽ എന്ത് പറഞ്ഞു? മാക്സ്വെൽ ഫൗണ്ട് ദാറ്റ് ആംബിയർ സർക്യൂട്ട് ലോ ഈസ് ഇൻകൺസിസ്റ്റന്റ് ആണല്ലോ. ദെൻ ഇറ്റ് റിക്വയേഴ്സ് മോഡിഫിക്കേഷൻ. കാരണം ഇക്വേഷൻ കറക്റ്റ് അല്ല, ഒരു മോഡിഫിക്കേഷൻ ആവശ്യമാണ്. റെഡി ആണല്ലോ? അങ്ങനെയാണ് മാക്സ്വെൽ എന്ത് ചെയ്തത്? പുതിയൊരു കറണ്ടിന്റെ കൺസെപ്റ്റ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്ന ഒരു പുതിയൊരു കൺസെപ്റ്റ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? മാക്സ്വെൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. റെഡി ആണല്ലോ? ഓക്കെ. ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. ഓക്കെ. ദെൻ നമ്മൾ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ് എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. ഞാൻ നേരത്തെ പഠിച്ച അതേ ഫിഗർ ഇവിടെ വരയ്ക്കുകയാണ് കേട്ടോ, നോക്കിക്കോളൂ. 2 മെറ്റാലിക് പ്ലേറ്റ്സ് ഉണ്ട്. സോ ദെൻ ഒരു ബാറ്ററി ഉണ്ട്, ദെൻ ഒരു സ്വിച്ചും ഉണ്ട്. റെഡി ആണല്ലോ? സോ ഇതാണ് നമ്മളുടെ കറണ്ട് എന്ന് പറയുന്നത് അല്ലെ? സോ ഇവിടെ നോക്കുക, ഇത് എ എന്ന് പറയുന്ന ഇതാണ്, ഇത് ബി എന്ന് പറയുന്ന മെറ്റാലിക് പ്ലേറ്റ്സ് ആണ്. എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പൊ മാക്സ്വെൽ പറഞ്ഞു എന്താണ്? ഓക്കെ, ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് കറണ്ട് ആണ്. സോ 2 കറണ്ടുകളുടെ സമ്മായിരിക്കും എന്ത് വരിക? ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു IC പ്ലസ് എന്താണ്? ID ആയിരിക്കും. I ഈസ് ഈക്വൽ ടു IC പ്ലസ് ID ആയിരിക്കും. വാട്ട് ഈസ് IC? IC എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ഷൻ കറണ്ട് ആണ്. എന്താണ്? കണ്ടക്ഷൻ കറണ്ട് ആണ്. സോ ദെൻ ID എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. റെഡി ആണല്ലോ? സോ വാട്ട് ഈസ് കണ്ടക്ഷൻ കറണ്ട്? ചാർജുകളുടെ ഫ്ലോ കാരണം ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുക? കണ്ടക്ഷൻ കറണ്ട് വിളിക്കുക. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? സോ അതെന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം അല്ലെ? അപ്പൊ നോക്കുക, ഞാൻ ഇവിടെ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും? ഈ കപ്പാസിറ്റർ ചാർജ് ആവാൻ തുടങ്ങും അല്ലെ? സോ ഇതിന് പോസിറ്റീവ് ചാർജും വരും, ഇതെന്താവും? നെഗറ്റീവ് ചാർജും വരും അല്ലെ? സോ ഓക്കെ, ചാർജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? ഇതിന്റെ ഉള്ളിലൊരു
ഇലക്ട്രിക് ഫീൽഡ് മെല്ലെ വേരി ചെയ്യാൻ തുടങ്ങും. അല്ല, ആദ്യം ചാർജ് അനുസരിച്ച് എന്ത് കൂടും? ഇലക്ട്രിക് ഫീൽഡ് കൂടും. കാരണം പോസിറ്റീവ് നെഗറ്റീവ് എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ? സോ ഇലക്ട്രിക് ഫീൽഡ് എന്തായും? മെല്ലെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും അല്ലേ? സോ ആ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ച്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന് ചേഞ്ച് വരല്ലേ? ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞിരുന്ന് കൂടി വരികയാണ്. സോ ആ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യിക്കുന്നത്? ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നത്? ഇൻഡ്യൂസ് ചെയ്യിക്കുന്നത് അല്ലെ? സോ ഇതിന്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ആവുന്നതുകൊണ്ടാണ്. റെഡി ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഡ്യൂ ടു എന്താണ്? ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് ആണ് അല്ലെ? സോ ഞാൻ ഇതിന് ഇക്വേഷൻ എഴുതുകയാണ്. ID ഈക്വൽ ടു ദാറ്റ് ഈസ് എപ്സിലോൺ 0 DE5 D5E ഡിവൈഡഡ് ബൈ DT ആയിരിക്കും. ഇതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പൊസിഷനും ഈ ഒരു പൊസിഷനും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാനുള്ള കാരണം എന്തായിരുന്നു? അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പ്രൊഡ്യൂസ് ആവുന്നുണ്ട് അല്ലെ? ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്? ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു കണ്ടക്ഷൻ കറണ്ട് ആണ്. റെഡി ആണല്ലോ? ദെൻ അങ്ങനെയാണെങ്കിൽ മാക്സ്വെൽ ഇക്വേഷൻ എന്താണ്? I is equal to IC പ്ലസ് എന്ത് വരും? എപ്സിലോൺ 0 D5E ഡിവൈഡഡ് ബൈ DT അല്ലെ? സോ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 5 ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ മാക്സ്വെൽ എന്ത് ചെയ്തു? ആ ആംബിയർ സർക്യൂട്ടല്ലേ ഒന്ന് മോഡിഫൈ ചെയ്തു. കാരണം എന്താ? ആംബിയർ സർക്യൂട്ടിലോട് നമ്മൾ പഠിച്ചത് ഇന്റഗ്രൽ B.dl is equal to μ0 I ആണ് അല്ലെ? സോ ഈ ഐക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഇന്റഗ്രൽ B.dl ഈക്വൽ ടു IC μ0 ഇൻറ്റു വാട്ട് ഈസ് I ഈക്വൽ ടു IC പ്ലസ് എപ്സിലോൺ 0 D5E ബൈ DT ആണ്. റെഡി ആണല്ലോ? സംശയം ഉണ്ടോ? ഓക്കെ, ദെൻ ഇക്വേഷൻ എന്തായി? അപ്പം μ0 IC പ്ലസ് μ0 എപ്സിലോൺ 0 D5E ബൈ DT ആണ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഇന്റഗ്രൽ B.dl ആണ്. സോ ഇതാണ് എന്ത്? ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? സോ അപ്പൊ മാക്സ്വെൽ ഇക്വേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 4 ഇക്വേഷൻ എഴുതണം. ഫസ്റ്റ് 3 ഇക്വേഷൻ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഇക്വേഷൻസ്. സോ നാലാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതേണ്ട ഏതാണ്? ഇതാണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ B.dl ഈക്വൽ ടു μ0 IC പ്ലസ് μ0 എപ്സിലോൺ 0 D5E ബൈ DT. വാട്ട് ഈസ് D5E? 5E ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. റെഡി ആണല്ലോ? സോ ID എങ്ങനെയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്? ഇതിനുള്ളിൽ ID എങ്ങനെ ഉണ്ടാകുന്നത്? ID ഈസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. റെഡി ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്തു. എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എത്രയായിരിക്കും? അവിടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും അല്ലെ? കണ്ടക്ഷൻ കറണ്ടോ? അവിടെ കണ്ടക്ഷൻ കറണ്ട് മാക്സിമം ആയിരിക്കും അല്ലെ? വൈ എന്ന് പറയുന്ന പോയിന്റിലോ? വൈ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടക്ഷൻ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ബട്ട് എന്തുണ്ടാവും? അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവും. റെഡി ആണല്ലോ? സോ ആ കറണ്ട് കാരണമാണ് ഇവിടെ എന്തുണ്ടായത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? സോ ഐസിനാണ് എന്ത് ചെയ്തല്ലേ? സോറി, മാക്സ്വെൽ ആണ് എന്ത് ചെയ്തത്? അത് ക്ലാരിഫൈ ചെയ്ത് ആ ഇക്വേഷനിലെ ഇൻകൺസിസ്റ്റൻസി റെക്ടിഫൈ ചെയ്ത ആരാണ്? മാക്സ്വെൽ ആണ്. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ, ഞാൻ പറഞ്ഞു മാക്സ്വെൽ ഇക്വേഷൻ വഴി പ്രൊഡിക്ട് ചെയ്തു അല്ലേ? സോ ഇതാണ് മാക്സ്വെല്ലിന്റെ 4 ഇക്വേഷൻസ്. സോ ഇന്ന് എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡിക്ട് ചെയ്തെന്നുള്ളത് നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. കാരണം ഇതിൽ കുറെ മാത്തമാറ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കാനുണ്ട്. സോ ഇതിന്റെ ഈ ഇക്വേഷൻസ് ആണ് എന്ത് ചെയ്തത്? മാത്തമാറ്റിക് മീൻസ് ഒരു ഏതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ആവുന്നത്. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ആവണമെങ്കിൽ അവിടെ ഒരു മിനിമം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ചാർജ് എന്ത് ചെയ്യണം? ഓസിലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് എന്ത് ചെയ്യണം? റേഡിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ആവുള്ളൂ. സോ മാക്സ്വെൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ത് ചെയ്തു? എന്താണ് തിയററ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്തു. സോ അത് എക്സ്പെരിമെന്റിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വന്നു. സോ ഏകദേശം ഒരു 1885 ആദ്യമായിട്ട് എന്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തത്. സോ അത് ആരാണെന്ന് അറിയോ? അത് ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്.
സോ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് വളരെ വലിയ ഫേമസ് ആണ്. നിങ്ങളുടെ NCERT-ൽ അതില്ല, പക്ഷെ ഞാനത് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ലോജിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് അല്ലെ. എങ്ങനെയാണ് എക്സ്പെരിമെന്റലി എന്തായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ആയത്? ഞാൻ പറഞ്ഞ എന്താണ്, ഒരു ഓസിലേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ ഒരു എന്താണ് ആക്സിലറേറ്റിംഗ് ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. ആദ്യമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത ആരാണ്? ഹേർട്സ് ആണ് കേട്ടോ. സോ എക്സ്പെരിമെന്റ് നോക്കിക്കോളൂ. ഓക്കെ, ഇവിടെ രണ്ട് മെറ്റാലിക് പ്ലേറ്റ്സ് ഉണ്ട്. സോ ആ മെറ്റാലിക് പ്ലേറ്റ്സിനെ കണക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? രണ്ട് മെറ്റാലിക് സ്ഫിയർ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ സ്ഫിയേഴ്സിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ഇൻഡക്റ്റീവ് കോയിലാണ്. ആ ഇൻഡക്റ്റീവ് കോയിലേക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? നമ്മളുടെ ചാർജ് അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. റെഡി ആണല്ലോ? ഇത്രയുള്ള എക്സ്പെരിമെന്റ് വളരെ സിമ്പിൾ ആണ്. ഇതെന്താണ്? ഒരു ഡിറ്റക്ടർ ആണ്. ആ ഡിറ്റക്ടറിന് എന്തുണ്ട്? രണ്ട് മെറ്റാലിക് സ്ഫിയേഴ്സ് ആണ്. ഇത് രണ്ടും തമ്മിൽ എന്തില്ല? കോണ്ടാക്ട് ഇല്ല. സോ ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ടാണ്. റെഡി അല്ലേ? സോ ദെൻ ഞാൻ ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ എന്താ സംഭവിക്കുക? ഇൻഡക്ടറിലൂടെ എന്ത് പോവും? കറണ്ട് പോവും. സോ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താവും? ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ ചാർജ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ആ ഒരു ഇൻഡക്ടർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ചാർജ് എങ്ങോട്ട് പോകും? നമ്മളുടെ ഈ മെറ്റാലിക് പ്ലേറ്റ്സിലേക്ക് പോകും അല്ലെ. ഈ രണ്ട് മെറ്റാലിക് പ്ലേറ്റ്സ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു കപ്പാസിറ്റീവ് പ്ലേറ്റ്സ് ആണ് അല്ലെ. കപ്പാസിറ്റീവ് പ്ലേറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതെന്താണ്? ഒരു ഇൻഡക്റ്റീവ് പ്ലേറ്റ് ആണ്. ഇതൊരു ഇൻഡക്ടറും ഇതെന്താണ്? കപ്പാസിറ്ററും ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചാർജ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഒരു സൈഡിൽ എന്ത് പോസിറ്റീവ് ചാർജ് വരും, അടുത്ത സൈഡിൽ എന്താവും? നെഗറ്റീവ് ചാർജ് വരും. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താണ്? ഇൻക്രീസ് ആവാൻ തുടങ്ങും. നമ്മൾ കറണ്ട് കൂടുന്നതനുസരിച്ച് എന്ത് കൂടും? പൊട്ടൻഷ്യൽ ഇൻക്രീസ് ആവാൻ തുടങ്ങും. സോ പൊട്ടൻഷ്യൽ ഒരു മിനിമം വാല്യൂയുടെ മേലെ പോകും, അല്ലെങ്കിൽ മാക്സിമം ആയിട്ട് നല്ലൊരു വാല്യൂ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഉള്ള ഒരുപാട് അയോൺസ് ഉണ്ടാവും. ആ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താ ചെയ്യുക? ഈ അയോൺസിനെ അയോണൈസ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു എയർ പാർട്ടിക്കിൾസിനെ അയോണൈസ് ചെയ്യും. സോ അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇവിടുന്ന് ഡിസ്ചാർജ് നടക്കും. കപ്പാസിറ്ററിന് ചാർജ് ഡിസ്ചാർജ് ആവാൻ തുടങ്ങും. റെഡി ആണല്ലോ? ഡിസ്ചാർജ് ആവാൻ തുടങ്ങും. ആ സമയത്ത് ഇവിടെ ഒരു സ്പാർക്ക് കണ്ടു. അതായത് ഈ രണ്ട് മെറ്റാലിക് പ്ലേറ്റ്സിൽ സ്പാർക്ക് കണ്ടു. അതേ സ്പാർക്ക് തന്നെ എവിടെ ഉണ്ടായി? നമ്മളുടെ ഈ ഒരു ഡിറ്റക്ടറിന്റെ മെറ്റാലിക് പ്ലേറ്റ്സിൽ വന്നു. അതെങ്ങനെ ഇവിടെ ഉണ്ടായ സ്പാർക്ക് ഇവിടെ ഉണ്ടായത്? അത് തമ്മിൽ ഒരു ഫിസിക്കൽ കോൺടാക്ട് ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഇവിടെ ഉള്ള സ്പാർക്ക് ഇവിടെ ഉണ്ടായി? അതൊരു ചോദ്യമായിരുന്നു. ആ സമയത്താണ് ഹേർട്സ് കൺക്ലൂഡ് ചെയ്തത് എന്താണ്? അതായത് ചാർജ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ കുറച്ച് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ആ വേവ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സ്ഫിയറിൽ സ്പാർക്ക് ഉണ്ടാവാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും? ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലെ. സോ ആ ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാക്കുന്നത്. റെഡി ആണല്ലോ? സോ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ആയിട്ടുണ്ടാവുക? ഇതൊരു LC ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ. കാരണം എന്താ? ഇതൊരു ഇൻഡക്ടർ സർക്യൂട്ടും ആണ്, കപ്പാസിറ്റർ ഉണ്ട്. സോ ഇതൊരു LC ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ചാർജ് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ചാർജ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ആവും. ഞാൻ പറഞ്ഞല്ലോ. സോ ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എവിടെ ഡിക്റ്റേറ്റ് ആയി? നമ്മൾ ഉപയോഗിച്ച ഡിക്റ്റേറ്ററിൽ ഡിക്റ്റേറ്റ് ആയി. കാരണം എന്താ? ഡിക്റ്റേറ്ററിൽ ആ ഒരു സ്പാർക്ക് വരാൻ കാരണം എന്താണ്? ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ വേവ് ആണ്. ആ ഒരു വേവിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ആ വേവിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പ്രൂവ് ആയി. സോ അതേപോലെ തന്നെ എങ്ങനെയും പ്രൂവ് ആയി? വേവിന് എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന്. സോ ദെൻ നമ്മളുടെ ആ വേവ് എന്ത് വേവ് ആണെന്ന് മനസ്സിലായി. മാക്സ്വെൽ അന്ന് പ്രെഡിക്റ്റ് ചെയ്ത ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് നമുക്ക് കൺഫേം ആയി. സോ ഇതാണ് എന്ത്? ഹേർട്സിന്റെ എക്സ്പെരിമെന്റ്. സോ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വളരെ സിമ്പിൾ ആണ്. ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എന്താ അവിടെ സംഭവിക്കുന്നത്? ഡിസ്ചാർജ് സംഭവിക്കുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവും. സോ ആ വേവ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സ്പാർക്ക് ഉണ്ടാക്കുന്നത്. റെഡി ആണല്ലോ? സോ ഈ ഒരു എക്സ്പെരിമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ഫിസിക്സിൽ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കാം കേട്ടോ. സോ നെക്സ്റ്റ് വൺ എന്താണ്? നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ നേച്ചർ എങ്ങനെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ആവുക? ബൈ ദ ഓസിലേഷൻ ഓഫ് ചാർജ്, അല്ലെങ്കിൽ ബൈ ദ ആക്സിലറേഷൻ ഓഫ് ചാർജ് ആണ് എന്ത് പ്രൊഡ്യൂസ് ആക്കുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ആക്കുന്നത് നമ്മൾ ലാസ്റ്റ് ടൈമിൽ പറഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് അല്ലെ? ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. സിമ്പിൾ ആണ്. ഇതാണ് നമ്മുടെ
ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് വിചാരിക്കുക അല്ലേ. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ എന്തൊക്കെ ഉണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വേവിന് ഒരു പ്രൊപ്പഗേഷനും ഉണ്ട് അല്ലേ. സോ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കണം അല്ലേ. സോ ദെൻ അതെന്തിന്? ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. സോ ഓൾസോ ദേ ആർ പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ ആണ്. പ്രൊപ്പഗേഷൻ എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ പ്രൊപ്പഗേഷൻ ഇങ്ങോട്ടാന്ന് വിചാരിക്കുക അല്ലേ. സോ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. സോ അതാണ് ഇവിടെ കാണിച്ചത് അല്ലെ. ഇവിടെ സെഡ് ആക്സിൽ വൈ ആക്സിൽ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എക്സ് ആക്സിൽ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എങ്ങോട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സെഡ് ആക്സിസിലേക്കാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ. റെഡി ആണല്ലോ? ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാവലിംഗ് വേവ് ആണ് അല്ലെ. എന്താണ്? ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് ആണ് ആണല്ലോ. ഇത് പ്രോഗ്രസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിന്റെ രണ്ടിന്റെയും ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു ഈ ഏത് ഡയറക്ഷനിലാണ്? എക്സ് ഡയറക്ഷനിലാണ് അല്ലെ. ഇ എക്സ് ഈക്വൽ ടു എന്താണ് നിങ്ങൾ പഠിച്ചത്? E0. വാട്ട് ഈസ് E0? ദ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ആണ്. E0 സൈൻ കെ Z മൈനസ് ഒമേഗ ടി ആണ്. കാരണം എന്താ? ഈ Z കാണിക്കുന്നത് വേവിന്റെ പ്രൊപ്പഗേഷൻ ആണ്. വേവ് ഏത് ഡയറക്ഷനിലേക്കാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഏത് ഡയറക്ഷനിലേക്കാ? Z ഡയറക്ഷനിലേക്കാണ്. ദെൻ അടുത്ത് ബി വൈ ഈക്വൽ ടു B0 സൈൻ കെ Z മൈനസ് ഒമേഗ ടി ആണ് ആണല്ലോ. സോ സെറ്റിൽ ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡും കിട്ടി, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും കിട്ടി അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ആംപ്ലിറ്റ്യൂഡ് തമ്മിൽ റിലേഷൻ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? E0 by B0. That is the relation between the amplitude of electric field and the amplitude of magnetic field gives എന്താണ്? The speed of light ആണ്. The speed of light ആണ്. സോ ബേസിക്കലി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? സ്പീഡ് ഓഫ് ലൈറ്റിന് ഈക്വൽ ആണ് ഇൻ ഫ്രീ സ്പേസ്. റെഡി ആണല്ലേ? സോ ദെൻ വാട്ട് ഈസ് ഒമേഗ? ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ദാറ്റ് ഈസ് ആംഗുലർ വെലോസിറ്റി ആണ്. റെഡി ആണല്ലോ? എന്താ അതിന്റെ വാല്യൂ എത്രയാണ്? ഒന്നെങ്കിൽ 2π ന്യൂ ആയിരിക്കണം, അല്ലെങ്കിലോ 2π/t ആണ്. റെഡി അല്ലേ? സംശയം ഉണ്ടോ? ഓക്കെ. ദെൻ വാട്ട് ഈസ് കെ? കെ ഈസ് ദ വേവ് നമ്പർ ആണ്. വേവ് നമ്പർ ആണ്. റെഡി അല്ലേ? ഓക്കെ. കെന്റെ ഇക്വേഷൻ എന്താ? കെ ഈസ് ഈക്വൽ ടു 2π/λ ആണ്. 2π/λ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ പഠിക്കാനുള്ളത്. റെഡി അല്ലേ? സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ റിലേഷൻ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരും. സോ എങ്ങോട്ടാ വേവിന്റെ പ്രൊപ്പഗേഷൻ എങ്ങോട്ടാണ്? അതുപോലെ തന്നെ ആ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഓസിലേറ്റ് ചെയ്യുക. റെഡി ആണല്ലോ? സോ നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് അല്ലെ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ആൻ ഇലക്ട്രിക് ചാർജ് ഓസിലേറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് EM വേവ്സ് അല്ലെ. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഒരു ഇലക്ട്രിക് ചാർജ് ഓസിലേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? EM വേവ്സ് പ്രൊഡ്യൂസ് ആവുന്നത് അല്ലെ. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് അത് ഞാൻ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ സെക്കൻഡ് പോയിന്റ് എന്താണ്? EM waves are transverse in nature. What do you mean by a transverse wave? Transverse wave എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് പ്രൊപ്പഗേറ്റിംഗ് അല്ലെ, വേവ് ഈസ് വൈബ്രേറ്റിംഗ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ എന്താണ്? പ്രൊപ്പഗേഷൻ. When a wave is vibrating perpendicular to the direction of propagation and that kind of waves is called എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലെ. അതായത് വേവ്സിന്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ വേവ്സിന്റെ പ്രൊപ്പഗേഷൻ വേവ്സിന്റെ വൈബ്രേഷൻ എന്തിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ഓസിലേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് കൈൻഡ് ഓഫ് വേവ്സ് ആർ കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ് അല്ലെ. ഇവിടെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ അത് എന്തിന് പെർപെൻഡിക്കുലർ ആണ്? പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആണ്. സോ അതുകൊണ്ട് എന്ത് പറയാം? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ ആണ്. സോ തേർഡ് പോയിന്റ് എന്താ? ദർ ഈസ് നോ മീഡിയം ഈസ് റിക്വയർഡ് ഫോർ ദെയർ പ്രൊപ്പഗേഷൻ അല്ലെ. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊപ്പഗേഷന് എന്ത് ആവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് വാക്വത്തിലൂടെ എന്ത് ചെയ്യും? മൂവ് ചെയ്ത് പോകും. വാക്വത്തിലൂടെ എന്താവും? പോകും, പ്രൊപ്പഗേറ്റ് ചെയ്യും. ഒരു പ്രശ്നമില്ല. അപ്പൊ മീഡിയം ഉണ്ടെങ്കിലും മീഡിയം ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? പ്രശ്നമൊന്നുമില്ല. ഏതിൽ കൂടെ വേണമെങ്കിലും എന്ത് ചെയ്യും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യും.
റെഡിയാണല്ലോ. സോ തേർഡ് പോയിന്റ്, EM waves are not deflected in electric field and magnetic field. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് പോയിന്റ് ആണ്. എന്താണ് EM waves are not deflected in electric field and magnetic field. സോ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, electromagnetic waves can be polarized. അല്ലെ, electromagnetic waves can be polarized, which means അതെന്താണ്, അതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആയതുകൊണ്ടാണ്. ട്രാൻസ്വേഴ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പോളറൈസ് ചെയ്യാൻ പറ്റും. അല്ലെ, പോളറൈസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, ഫീൽഡിനെ കട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും എന്താണ് പോളറൈസേഷൻ എന്നൊക്കെ ഉള്ളത് കേട്ടോ. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താണ്, വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അതായത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ഫ്രീ സ്പേസ് ആണ്. സോ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ്, നോക്കിക്കോളൂ. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വെലോസിറ്റി? ഇതാണ് പറയുന്നത്, വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഈക്വൽ ടു 1/√of μ0 എപ്സിലോൺ 0 ആണ്. അല്ലെ, ഇൻ ഫ്രീ സ്പേസ് ആണ്. ഇൻ ഫ്രീ സ്പേസ് അല്ലെ, ദാറ്റ് ഈക്വൽ ടു 1/√of μ0 എപ്സിലോൺ 0 ആണ്. എന്ത്, വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, c ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ അറ്റ് മീഡിയം, v അറ്റ് മീഡിയം, ഒരു മീഡിയം ആണെങ്കിൽ എന്ത് മാറും, ഇക്വേഷൻ ചെറിയൊരു മാറ്റം വരും. ഇക്വേഷൻ എന്തായി, mu epsilon ആയി. What is μ0? μ0 is the permeability in free space. What is epsilon 0? Epsilon 0 is the permittivity in free space. What is mu? Mu is the permeability in medium, and what is epsilon? Epsilon is the permittivity in medium. So equations എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. റെഡി ആണല്ലോ, സംശയം ഉണ്ടോ? സോ വി സ്പേസും അതുപോലെ തന്നെ വി മീഡിയം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. ദെൻ ഫൈനലി ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്. എന്താണ്, ഏതൊരു ലൈക്ക് അതർ വേവ്സ്, എന്താണ് ഏതൊരു വേവിനെയും പോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എന്തുണ്ട്, മൊമെന്റം ഉണ്ടാവും, എനർജി ഉണ്ടാവും. അല്ലെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ഓൾസോ ക്യാരി, അല്ലെങ്കിൽ എന്തും പറയാം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാരി എനർജി ആൻഡ് മൊമെന്റം ലൈക്ക് അതർ വേവ്സ്. അല്ലെ, അതർ വേവ്സിനെ പോലെ തന്നെ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് മൊമെന്റം ഉണ്ട്, അതുപോലെ തന്നെ എനർജി ഉണ്ട്. സോ ആ എനർജി എത്രയാണെന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാനുള്ളത്. സോ നോക്കിക്കോളൂ, എനർജി ഡെൻസിറ്റി ആണ്. എനർജി ഡെൻസിറ്റി വെച്ചിട്ടാണ് നമ്മൾ പറയാറ്. സോ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി പെർ വോളിയം ആണ്. അല്ലെ, സോ എനർജി ഡെൻസിറ്റി ഓഫ് എ EM വേവ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി പ്ലസ് മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി. സോ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക്കിന്റെ കേസിൽ, ഇലക്ട്രിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി ആണ്. അല്ലെ, അങ്ങനെയാണ് ഇക്വേഷൻ എന്താ വരിക, U ഈക്വൽ ടു വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി, ദാറ്റ് ഈസ് 1/2 എപ്സിലോൺ 0 E സ്ക്വയർ ആണ്. ആണല്ലോ, ദിസ് ഈസ് ERMS ആണ്. ERMSന്റെ വാല്യൂ ആണ്, ERMS ആണ്. റെഡി അല്ലേ? പ്ലസ് വാട്ട് ഈസ് UB, പ്ലസ് ആണ്. എന്ത് വരും, ദാറ്റ് ഈസ് ഹാഫ് B സ്ക്വയർ ഡിവൈഡഡ് ബൈ mu ആണ്, μ0 ആണ്. അല്ലെ, B സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 μ0. ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. വാട്ട് ഈസ് B? ഇത് ERMS ആണ്. റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ UV ഈക്വൽ ടു എന്താണ്, UB ആണ്. അങ്ങനെയാണെങ്കിൽ U ഈക്വൽ ടു എനിക്ക് എങ്ങനെ പറയാം, ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 ERMS സ്ക്വയർ പ്ലസ് ഈ ടേമിന് പകരം എന്ത് ചെയ്യാം, എനിക്ക് എന്ത് ചെയ്താം അല്ലേ, എന്താ വരിക, ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 ERMS സ്ക്വയർ വരും. അല്ലേ, സോ ടോട്ടൽ എന്ത് വന്നു, അപ്പം എപ്സിലോൺ 0 ERMS സ്ക്വയർ വന്നു. എന്ത്, U എന്ന് പറയാം. റെഡി ആണല്ലോ, സംശയം ഉണ്ടോ? ഓക്കെ, ഒരു ഇക്വേഷൻ കൂടി ഉണ്ടാവും. എന്ത് വരും, U ഈക്വൽ ടു, ഓക്കെ ഈ ടേമിന് വരെ എന്ത് ചെയ്യാം, എനിക്ക് തന്നെ കൊടുക്കാം, സെയിം കാര്യം തന്നെയാണ്. സോ അപ്പൊ ഇക്വേഷൻ എന്താ വരിക, B സ്ക്വയർ RMS ഡിവൈഡഡ് ബൈ μ0. ഇതും എന്താണ്, എനർജിക്ക് ഒരു ഇക്വേഷൻ ആണ്. റെഡി ആണല്ലോ? ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ. എന്തുള്ളൂ, എനർജി ഓഫ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ബാക്കിയുള്ളത്. ഞാൻ ഒരു ഒറ്റ സെക്ഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന ചെറിയൊരു സെക്ഷനും കൂടി ഉണ്ട്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും അത്. അപ്പം ഈ ഒരു ചാപ്റ്റർ വളരെ വൃത്തിക്ക് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിക്കുക കേട്ടോ. അപ്പം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ടൈം പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.